ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നികേഷ് ആണെങ്കിൽ ആ ഗായത്രിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വല്ലാത്തൊരു തലവേദനയായിട്ടിരിക്കുകയാണ് നമ്മുടെ സുധീഷിന്. പക്ഷേ സുധീഷ് ആണെങ്കിൽ ഇതെന്തിനാണ് ഗായത്രിയെയും കൂടി നീ ഇങ്ങോട്ട് വന്നതിന് ശരിയായി തരാട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ നിങ്ങൾ പഠിക്കും, നിങ്ങൾ കുറച്ച് പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഗായത്രി അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. സുധീഷ് നീ എന്തിനാണ് ഫോൺ എടുക്കാതിരിക്കുന്നത്? സുധീഷ് എന്നെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത്? എല്ലാവരും എന്നെ കളിയാക്കൂല്ലേ സുധീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തുടങ്ങി. ഇപ്പം എന്താ സുധീഷ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല, എന്നോട് സംസാരിക്കാറില്ല, ഇപ്പം എന്നെ വന്ന് കാണാറില്ല, എന്നെ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സുഭാഷാണെങ്കിൽ ഇതെന്താണിത്, എന്താ പ്രശ്നം? എടാ എന്തൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സുഭാഷേട്ടാ, അത് പിന്നെ ഒന്നുമില്ല സുഭാഷേട്ടാ, ഗായത്രി നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്നും പറയുകയാണ്. അപ്പോൾ ഗായത്രി അങ്ങോട്ട് മാറ്റി പോകുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് ചോദിക്കണം, നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന അവളെ? നീ എന്ത് പറയാനാണ് കൊണ്ടുപോകുന്നത്? സുഭാഷേട്ടാ, അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സുഭാഷേട്ടാ, സുഭാഷേട്ടനോടും കൂടി തന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രിയെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പുറകുവശത്തേക്ക് പോവാണ്. അപ്പോഴേക്കും സുഭാഷ് ഈ നികേഷും അതേപോലെ തന്നെ ഹരീഷൊക്കെ ആണെങ്കിൽ എന്താ സംഭവം? എടാ എന്താണ് പ്രശ്നം? എനിക്കറിയില്ല എൻ്റെ സുഭാഷേട്ടൻ നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. ഏട്ടത്തിയെ വീഴ്ത്താൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഈ ചെയ്തു കൂട്ടിയത്. ഇപ്പോൾ ആകെ തലവേദനയായിട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് സുധീഷേണ്ട മാത്രമേ അറിയത്തുള്ളൂ. എടാ നികേഷേ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വാ പതി, ഇപ്പോൾ കോളേജിൽ പോയിക്കണ്ടേ? അയ്യോ അതല്ല, ഇനി അടുത്ത സീൻ എന്താണെന്ന് ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ അടുത്ത സീൻ അറിയാൻ പറ്റിയ പ്രായവന്. എടാ ആ സമയം കൊണ്ടേ 10 അക്ഷരം പോയി കോളേജിൽ പോയിരുന്ന് പഠിക്കുക, എന്നാലേ പരീക്ഷയ്ക്ക് വല്ലതും എഴുതാനായിട്ട് പറ്റുള്ളൂ. നീ ഇങ്ങ് വന്നേ. അത് പിന്നെ ഹരീഷേട്ടാ, കുറച്ച് നേരം കൂടി നിന്നിട്ട് വേണ്ട, പോയി കയറി പോകാൻ നോക്കടാ. അപ്പോൾ നമ്മുടെ അച്ഛനാണെങ്കിൽ അവനൊക്കെ മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് തുടങ്ങിയവൻ കാര്യവിവരം അന്വേഷിക്കൽ. അങ്ങനെ ഈ സുധീഷ് ഗായത്രിയോട് സംസാരിക്കണം. എൻ്റെ പൊന്നു ഗായത്രി, ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടില്ലേ, എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? എൻ്റെ ഫോൺ എന്താ എടുക്കാതിരിക്കുന്നത്? അയ്യോ ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സംസാരിച്ചു, പക്ഷെ നമ്മൾ ഫ്രണ്ട്സായിട്ടല്ലേ സംസാരിച്ചത്. പക്ഷേ ഗായത്രി, നീ ഇങ്ങനൊരു രീതിയിൽ എന്നെ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഗായത്രി. നീ എന്തിനാ ഗായത്രി അങ്ങനെയൊക്കെ എന്നെ കാണാനായിട്ട് പോയത്? എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്, എന്നിട്ട് പോലും നീ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നീ അതെല്ലാം കേട്ടോടെ നിൽക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് നീ ഇപ്പം എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അവരോടൊക്കെ ചിരിച്ചും കളിച്ചും വർത്തമാനമൊക്കെ നീ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഗായത്രി. അപ്പോൾ ഗായത്രിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നേരെ സുഭാഷ് വരികയാണ്. എന്താണ് കേൾക്കുന്നത്? ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. നീ എന്താണ് കാണിച്ചു കൂടുന്നത്? എന്താണിത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സുഭാഷ് ഏട്ടാ, അത് പിന്നെ ഒന്നുമില്ല, ഗായത്രി ചുമ്മാ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോഴേക്കും ഗായത്രി ആണെങ്കിൽ ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചതല്ല സുഭാഷ് ഏട്ടാ, ഈ സുധീഷ് എന്നോട് അതേ രീതിയിലാണ് എന്നെ സംസാരിച്ചത്. ബസ് സ്റ്റോപ്പിൽ വന്ന് കാത്തു നിൽക്കുകയും അതേപോലെ തന്നെ എന്നോട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ പൊന്നുമോളെ, നിന്നോട് സംസാരിച്ചിട്ടുണ്ടാകും, പക്ഷേ ആ ഒരു രീതിയിൽ നിന്നെ കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഒരു കളിതമാശയൊക്കെ നിന്നോട് സംസാരിച്ചതായിരിക്കും. അല്ല, അങ്ങനെയല്ല എന്നോട് സംസാരിച്ചത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോണിൽ കൂടി ഒരുപാട് നേരം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നോട് ഈ സുധീഷ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോളെ, ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം, അവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. ഇത് കേട്ടാൽ നമ്മുടെ ഗായത്രി ഞെട്ടിപ്പോവാണ്. എന്താ സുഭാഷേട്ടാ? സുഭാഷേട്ടൻ എന്താ പറഞ്ഞത്? അതെ, അവൻ്റെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എങ്ങനെയാ മോളെ ആ ഒരു രീതിയിൽ അവൻ കാണുന്നത്? അവനത് കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് സുധീഷ് എന്നോട് പറഞ്ഞില്ല സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞാന്ന്? എത്രയോ തവണ സുധീഷ് ഞാനോട് സംസാരിച്ചിട്ടുണ്ട്, എത്രയോ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്, എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം നമ്മൾ ഗായത്രി. പറ സുധീഷേ, എന്തിനാ സുധീഷ് ഈ കാര്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെച്ചത്? അപ്പോൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞാണോ? പറ, നിങ്ങളുടെ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം, പറ എന്ന്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധീഷ് ആണെങ്കിൽ പെട്ടു എന്നൊരവസ്ഥയായി പോകണമെന്ന്. ഗായത്രി, എനിക്ക് നിന്നോടത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതിരുന്നത്. എന്ത് സാഹചര്യം ഉണ്ടായിരുന്നില്ല? നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടില്ലേ, ഫോണിൽ കൂടി സംസാരിച്ചിട്ടില്ലേ, എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് സുധീഷ് വന്നിട്ടില്ലേ, ആ സമയത്ത് പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ എന്നോടൊപ്പം കളിച്ചും ചിരിച്ചും വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അപ്പോഴൊന്നും സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് സുഭാഷാണെങ്കിൽ മോൾ നീ ബഹളം ഉണ്ടാക്കല്ലേ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5-6 മാസമായി.
അവൻ്റെ ഭാര്യ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതും എന്നും പറയുകയാണ്. ഇത് കേട്ട ഗായത്രിയുടെ ചങ്ക് പെടച്ചു കൊണ്ട് ഗായത്രി ഇരുന്ന് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഗായത്രി പറയണം, നീ എന്നെ ഒരുപാട് ചതിച്ചല്ലേ, നിന്നോടൊപ്പം സത്യം പറഞ്ഞില്ലല്ലേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അയ്യോ മോളെ, അത് ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഫ്രണ്ടായിട്ടല്ലേ കണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ മതി. എങ്ങനെ ഫ്രണ്ടായിട്ട് കണ്ടെന്നോ? അവർ ഞാൻ കോളേജിലേക്ക് ചെല്ലുമ്പോഴൊക്കെ എന്നെ കളിയാക്കൂലേ? സുധീഷിൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യം അവർക്കൊക്കെ. അവരെന്നോട് പറഞ്ഞ് കളിയാക്കും, ഭാര്യയുള്ള ഒരുത്തനെയാണോ നീ പ്രണയിക്കാൻ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കും, ഇൻസൾട്ട് ചെയ്യും, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗായത്രി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടമാണ്. അപ്പോഴേക്കും സുഭാഷ് ആണെങ്കിൽ നിനക്ക് സമാധാനമായില്ലടാ, എടാ നിനക്ക് നാണം ഉണ്ടടാ, നിൻ്റെ ഭാര്യ നിൻ്റെ കൂടെ ഉള്ളതല്ലേടാ, അവളെ വീഴ്ത്താൻ വേണ്ടി വേറൊരു പെണ്ണിനെ നീ വളച്ച് കയ്യിൽ വെച്ചിരിക്കുന്നു, എടാ നിനക്ക് നാണമുണ്ട്, ഒരു അല്പം കൂടി എളുപ്പമുണ്ട്, നിനക്ക് നിധിയോടൊപ്പം ജീവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലേടാ നിനക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ സുഭാഷേട്ടാ അതൊക്കെ ഒരു കളിതമാശയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു തീരേണ്ട താമസം സുഭാഷ് ഒറ്റ അടി കൊടുക്കുകയാണ് കാരണത്ത്. അവൻ്റെ കളിതമാശ ആ കൊച്ചിന് സീരിയസ് ആയില്ലേടാ ഇപ്പം. ഇതൊക്കെ ആലോചിച്ച് വേണ്ടേടാ ചെയ്യാനായിട്ട്. നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ആ കൊച്ച് സമാധാനത്തോടെ പോയിട്ടില്ല. ഇനി അത് വല്ല കടും കൈ ചെയ്തു കഴിഞ്ഞാലില്ലേ സുധീഷേ, നീ ശരിക്കും പെടും സുധീഷേ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സുധീഷിനുമാണെങ്കിൽ ആകെ ടെൻഷനായിപ്പോയി. സുഭാഷ് അങ്ങനെ ആ പെണ്ണിൻ്റെ പിന്നാലെ ഓടുകയാണ്. മോളെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടുകയാണ്. പെണ്ണ് നിൽക്കുന്നുമില്ല. മോളെ അവിടെ നിൽക്കും മോളെ, ഞാൻ പറയുന്നത് മോള് കേൾക്ക്. അവൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അവൻ്റെ കല്യാണം കഴിഞ്ഞുള്ള കാര്യം മോളോട് പറഞ്ഞില്ല, അത് അവൻ്റെ തെറ്റ് തന്നെയാണ്. മോളതെല്ലാം മറന്നേക്ക്, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്ക് വേണ്ട, എന്നെ ആരും കൊണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം, അങ്ങനെ പറയല്ലേ, പിണക്കമല്ല മറക്ക്. അവനങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അതിന് ഞാൻ അവനോട് ശരിക്കും കൊടുക്കുന്നുമുണ്ട്. മോളുടെ വീട് എവിടെയാണ്, ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട, ഞാനൊരു വീടെടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി താമസിക്കുകയാണ്. എൻ്റെ അമ്മാവനാണെങ്കിൽ അതുപോലെ ഇന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അപ്പം മോളുടെ അച്ഛനമ്മയോ അവരൊക്കെ നാട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ശരി, എങ്കിൽ പിന്നെ നമുക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാം, നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, മോളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്, മോള് അബദ്ധമൊന്നും മനസ്സുകൊണ്ട് വിചാരിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഗായത്രിയെയും കൂട്ടിക്കൊണ്ട് നേരെ ഓട്ടോറിക്ഷ കയറി പോവുകയാണ് സുഭാഷ്. അപ്പോഴേക്ക് സുധീഷ് ഓടിപ്പാഞ്ഞ് വരികയാണ്. സുധീഷിനാണെങ്കിൽ ആകെ പേടിയും തോന്നിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുമോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടിച്ചങ്ങോട്ട് കയറുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ സുധീഷ്. അപ്പോൾ സുധീഷ് നേരെ ഹരീഷിൻ്റെ കടയിലേക്ക് ചെല്ലുകയാണ്. എവിടെ ഒരു പ്രശ്നമുണ്ടല്ലോടോ, ആരോ മനസ്സമാധാനം ഇല്ലല്ലോടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എന്ത് മനസ്സമാധാനക്കുറവ്, അതാ ഗായത്രിയുടെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാണ്. നിങ്ങളതെല്ലാം വരുത്തി വെച്ചത്, നിങ്ങൾ അനുഭവിക്കാണ്ട് എവിടെ പോകുന്നത്? ഇപ്പം അതല്ലടാ, ഞാൻ അവളോട് കല്യാണം കഴിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ, ആ ഒരു പേടിയാടാ. ഇപ്പം അവളതെല്ലാം അറിഞ്ഞല്ലോ, അവൾ വല്ല കടുങ്കയും ചെയ്യുമോടാ, എനിക്ക് പേടിയാവുന്നടാ. അത്തരത്തിലുള്ള പരിപാടിയൊന്നും അവൾ ചെയ്യാനായിട്ട് പോകുന്നില്ല, ഒരു കടുങ്കയും ചെയ്യില്ല. പിന്നെ സങ്കടം ഉണ്ടാവും, താനായ അവളെ പറ്റിച്ചില്ലേ, അവർ സങ്കടമൊക്കെ ഉണ്ടാകും. എന്നാലും തനിക്ക് എങ്ങനെ തോന്നിയടോ, ഏട്ടത്തിനെ വീഴ്ത്താൻ പറ്റിയ ഒരാൾ, ഏട്ടത്തിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി വഴി കണ്ടുപിടിച്ചത് ഏതായാലും കൊള്ളാം. ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായ എന്ന രീതിയിലായി പോയില്ലേ തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നീതു വരുന്നത്. അപ്പോൾ നീതു സുധീഷിനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, ആഹാ സുധീഷ് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? അപ്പോഴേക്കും ഹരീഷ് ചോദിക്കണം, ഇപ്പോഴല്ലേ നീ സംസാരിച്ചത്, വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. എന്താ സംസാരിച്ചെന്ന് വിചാരിച്ചു, എനിക്ക് എന്താ ഹരീഷിനെ കാണാനായിട്ട് പാടില്ലേ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഹരീഷിനെ കാണാമല്ലോ, അതിനിപ്പോൾ ആരെങ്കിലും അനുവാദം വേണോ എനിക്ക്? ഈ പെണ്ണ്. അപ്പോഴേക്കും സുധീഷാണെങ്കിൽ ഇത്രയ്ക്കും പ്രണയം മൂത്തങ്ങോട്ട് തലക്ക് പിടിച്ചിരിക്കുകയാണ്. പിന്നെ അല്ലാതെ പ്രണയം എൻ്റെ തലയിലേ മൂത്തങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും മാറ്റാനായിട്ട് ആർക്കും കഴിയില്ല. ഞാനിങ്ങനെ പ്രണയിച്ചു കൊണ്ട് തന്നെയിരിക്കും എന്നിങ്ങനെ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പ്രണയിക്ക് നിൻ്റെയൊക്കെ ഒരു ഭാഗ്യം, ലക്ക്. അല്ല സുധീഷേട്ടാ, സുധീഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്വാഭാവികമായ ഒരു കാര്യം, ചുമ്മാ കളിതമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഒരു വശത്ത് നിധിയേട്ടത്തി, ഒരു വശത്ത് ഫാമിലി. അപ്പോൾ വീട്ടിലൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ നടുക്ക് നിധിയേട്ടത്തിയാണല്ലോ. അപ്പോൾ സുധീഷനോട് ചോദിക്കുകയാണ്, നിധിയെ വേണോ, അതായത് ഫാമിലിയെ വേണമെന്ന്. അപ്പോൾ സുധീഷേട്ടൻ എന്ത് പറയും?
ഞാനെന്ത് പറയും, ഞാൻ എൻ്റെ നിധിയെ തന്നെ മതി എന്ന് പറയും. തീർച്ചയാണോ? പിന്നെ അല്ലാതെ, നിധി ഞാൻ സ്നേഹിക്കുന്ന പെണ്ണല്ലേ. അപ്പോൾ കുടുംബത്തിന് വേണ്ടി എനിക്ക് നിധിയെ കളയാനായിട്ട് പറ്റുമോ? ആ, അപ്പോൾ ഓക്കെ. അപ്പോൾ കുടുംബത്തിന് വേണ്ടി നിധിയെ കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ നിധി പറയുവാണ്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുകയാണ്, എനിക്ക് ഇവിടെ താമസിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ നിധിയോടൊപ്പം ആ കുടുംബം വിട്ടിറങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ട നീതുവാണെങ്കിൽ, എടാ ഹരീഷേ, കണ്ടോ, ഇതാണ് സുധീഷ്. സുധീഷിന് നിധിയാണ് വലുതെന്ന്. നിനക്കോ? അതെ, ഞാൻ ഹരീഷാണ്, സുധീഷല്ല. ഞാനെൻ്റെ കുടുംബത്തെ മറന്നുകൊണ്ടേ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല. ഇത് കേട്ട സുധീഷ് ആകെ ചമ്മി നിറഞ്ഞ അവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ നികേഷിനെയാണ്. അപ്പോൾ നികേഷ് നിധിയെ വിളിക്കുക. അപ്പോൾ നിധി ചെറിയൊരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ നികേഷിൻ്റെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകണം. എന്താ നികേഷ്, എന്താ വിളിച്ചത്? ഏട്ടത്തി വീട്ടിൽ ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. എന്ത് സീൻ? അല്ല, ആ ഗായത്രിയെ അത് അയാൾ തന്നെ വരുത്തിക്കൂട്ടി വെച്ചതല്ലേ, അനുഭവിക്കട്ടേന്നേ, ശരിക്കും അനുഭവിക്കട്ടെ. അതല്ലെന്നേ, കരച്ചിലായി പിഴിച്ചിലായി, എന്നിട്ട് ദേ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. ശരിക്കും സുധീഷേട്ടൻ പെട്ടുപോയിട്ടോ. പെടട്ടെ, നമ്മളപ്പോഴേ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഫോൺ വിളി, കിന്നാരം പറിച്ചിൽ, ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണൽ, ഇതല്ല, ഇതിനപ്പുറം അയാൾ അനുഭവിക്കണം. അത് പിന്നെ നിധിയേട്ടത്തി, സുധീഷേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിധിയേട്ടത്തിയെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കളിച്ച കളിയാണ്. ദേ ഹരീഷേ, നികേഷ്, എനിക്കിവിടെ വേറെ ജോലിയുണ്ട്, നമുക്കേ പിന്നീട് സംസാരിക്കാം. അയ്യോ നിധിയേട്ടത്തി, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ നിധിയേട്ടത്തി, ഞാൻ പറയട്ടേന്നേ. ഇനിയിപ്പോൾ സുധീഷേട്ടൻ പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ആ പെണ്ണ് വല്ല കടുങ്കൈ ചെയ്യോ? എന്തായാലും ആ കാണിച്ചത് മുഴുവനും വളരെ തെറ്റായ കാര്യമാണ്. ഒരു പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിച്ചൊന്നും ഇങ്ങനെ തോന്നിവാസം കാണിക്കാനായിട്ട് നിൽക്കരുതെന്നേ. അതാണ് ചെയ്യേണ്ടത്. ഇവ മുഴുവനും തോന്നിവാസമല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ ശരിക്കും അനുഭവിക്കുക തന്നെ ചെയ്യണം. പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യരുത്. എന്തായാലും ഓണമൊക്കെ വരികയോ, നമുക്കതെല്ലാം മറന്നേക്കാം നിധിയേട്ടത്തി എന്നിങ്ങനെ പറയുക. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.